പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് നമ്മൾ ഡെപ്റ്റേഴ്സ് സിസ്റ്റം ഓഫ് ബ്രാഞ്ച് അക്കൗണ്ടിങ് അണ്ടർ ഇൻവോയ്സ് പ്രൈസ് മെത്തേഡ് അതിൻ്റെ ജേർണൽ എൻട്രി ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ലെറ്റ്സ് വി സ്റ്റാർട്ട്. ഡെപ്റ്റേഴ്സ് സിസ്റ്റം ഓഫ് accounts under, in the case of branch accounting, under invoice price method. You know, sometimes head office may send goods at a price higher than the cost price. This higher price or inflated price is generally termed as invoice price. The difference between invoice price and cost price is nothing but loading or profit added. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൺസൈൻമെൻറ്റിലൊക്കെ പറഞ്ഞ പോലെ ബ്രാഞ്ച് അക്കൗണ്ടിങ്ങിലും ഒരു ബ്രാഞ്ചിലേക്ക് ഹെഡ് ഓഫീസിൽ നിന്ന് ഗുഡ്സ് കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ യഥാർത്ഥ വിലയേക്കാൾ ചിലപ്പം കുറച്ച് കൂടിയ വിലയിൽ സാധനങ്ങൾ കൈമാറും. അപ്പോൾ അങ്ങനെ കൂടിയ വിലയിൽ കൈമാറുന്ന ആ ഹയർ പ്രൈസിനെയാണ് നമ്മൾ ഇൻവോയ്സ് പ്രൈസ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റ് പ്രൈസിനേക്കാൾ കൂടുതൽ വില, അതാണ് ഇൻവോയ്സ് പ്രൈസ് എന്ന് പറയുന്നത്. അപ്പം ആ കോസ്റ്റ് പ്രൈസും ഇൻവോയ്സ് പ്രൈസും തമ്മിലുള്ള വ്യത്യാസത്തെ നമ്മൾ ലോഡിംഗ് ഓർ പ്രോഫിറ്റ് ആഡഡ് എന്നാണ് പറയുക. So the goods supplied to branch, goods returned by the branch, opening and closing stock are all recorded at the higher price or invoice price. അപ്പം നമ്മുടെ ഈ അക്കൗണ്ടിങ് സിസ്റ്റത്തിൽ ഇൻവോയ്സ് പ്രൈസ് മെത്തേഡ് പ്രകാരമുള്ള അക്കൗണ്ടിങ് സിസ്റ്റത്തിൽ ഗുഡ്സ് സപ്ലൈ ചെയ്യുന്നത്, ഗുഡ്സ് റിട്ടേൺ ചെയ്യുന്നത്, ഓപ്പണിംഗ് സ്റ്റോക്ക്, ക്ലോസിംഗ് സ്റ്റോക്ക്, ഇതെല്ലാം തന്നെ റെക്കോർഡ് ചെയ്യുന്നത് ഇൻവോയ്സ് പ്രൈസിലായിരിക്കും. എന്ന് പറഞ്ഞാൽ കോസ്റ്റ് പ്രൈസിനേക്കാൾ കൂടുതൽ വിലയിലായിരിക്കും. ഫൈനലി ദ ലോഡ് അല്ലെങ്കിൽ ആ ഡിഫറൻസ്, ലോഡ് അല്ലെങ്കിൽ പ്രോഫിറ്റ് എന്നൊക്കെയാണ് പറയുന്നത്, ഈസ് റിമൂവ്ഡ് ബൈ അഡ്ജസ്റ്റിംഗ് എൻട്രീസ്. കുറച്ച് അഡ്ജസ്റ്റിംഗ് എൻട്രീസ് പാസ് ചെയ്തുകൊണ്ട്, അതായത് കോസ്റ്റ് പ്രൈസ് മെത്തേഡിൽ പറഞ്ഞ ജേർണൽ എൻട്രി കൂടാതെ കുറച്ച് അഡ്ജസ്റ്റിംഗ് ആയിട്ടുള്ള ജേർണൽ എൻട്രി എഴുതിക്കൊണ്ടാണ് ആ ലോഡ് നമ്മൾ റിമൂവ് ചെയ്യുന്നത്. In addition to the entries passed under cost price method, some adjusting entries are also passed if the goods are supplied at a invoice price. ഇൻവോയ്സ് പ്രൈസിനേക്കാൾ കൂടുതൽ വിറ്റുകഴിഞ്ഞാൽ കുറച്ച് അഡ്ജസ്റ്റിംഗ് എൻട്രീസ്. അതിൽ ഒന്നാമത്തെയാണ് അഡ്ജസ്റ്റ്മെന്റ് ഓഫ് ലോഡിംഗ് ഇൻ ഓപ്പണിംഗ് സ്റ്റോക്ക്. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് നേരത്തെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു റെക്കോർഡ് ചെയ്യുന്നത് ഹയർ പ്രൈസിലാണ്. അപ്പോൾ ആ ഹയർ പ്രൈസിൽ റെക്കോർഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇൻവോയ്സ് പ്രൈസിലാണ്. ആ ഇൻവോയ്സ് പ്രൈസിന്റെ ലോഡ് അല്ലെങ്കിൽ ആ ഡിഫറൻസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എൻട്രിയാണ് സ്റ്റോക്ക് റിസർവ് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച്. സ്റ്റോക്ക് റിസർവ് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ ഓപ്പണിംഗ് സ്റ്റോക്ക് നമ്മൾ ജേർണലൈസ് ചെയ്യുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. സ്റ്റോക്ക് വരുന്ന സമയത്ത് സാധാരണ എഴുതുന്ന ജേർണൽ എൻട്രിയാണ് ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ എഴുതുക. അപ്പോൾ അതിൻ്റെ ലോഡ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റോക്ക് റിസർവ് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച്, അതാണ് ഒന്നാമത്തെ ഒരു ജേർണൽ അഡ്ജസ്റ്റിംഗ് എൻട്രി എന്ന് പറയുന്നത്. ദെൻ റിമൂവിങ് ലോഡിംഗ് ഇൻ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്. ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്, ബ്രാഞ്ചിലേക്ക് ഗുഡ്സ് ഹയർ പ്രൈസിലാണ് അല്ലെങ്കിൽ ഇൻവോയ്സ് പ്രൈസിലാണ് സെൻഡ് ചെയ്തിട്ടുള്ളെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ലോഡ് അല്ലെങ്കിൽ പ്രോഫിറ്റ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ജേർണൽ എൻട്രിയാണ് ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് അക്കൗണ്ട്. അതാണ് ലോഡ് റിമൂവ് ചെയ്യാനുള്ള ജേർണൽ എൻട്രി ഇൻ ദ കേസ് ഓഫ് ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്. ദെൻ റിമൂവിങ് ലോഡിംഗ് ഇൻ ഗുഡ്സ് റിട്ടേൺഡ് ബൈ ദി ബ്രാഞ്ച് ടു ഹെഡ് ഓഫീസ്. ഹെഡ് ഓഫീസിലേക്ക് ബ്രാഞ്ച് റിട്ടേൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അഡീഷണൽ ജേർണൽ എൻട്രിയാണ് ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്. ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്, അതാണ് റിമൂവിംഗ് ലോഡിംഗ് ഇൻ ഗുഡ്സ് റിട്ടേൺഡ് ബൈ ദി ബ്രാഞ്ച് ടു ഹെഡ് ഓഫീസ്. ദെൻ അഡ്ജസ്റ്റിംഗ് ലോഡിംഗ് ഇൻ ക്ലോസിംഗ് സ്റ്റോക്ക്. ക്ലോസിംഗ് സ്റ്റോക്കിൽ ലോഡ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ജേർണൽ എൻട്രിയാണ് ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു സ്റ്റോക്ക് റിസർവ് അക്കൗണ്ട്. അതായത് ക്ലോസിംഗ് സ്റ്റോക്കിന്റെ ലോഡ് റിമൂവ് ചെയ്യാനുള്ള ജേർണൽ എൻട്രിയാണ് ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു സ്റ്റോക്ക് റിസർവ് അക്കൗണ്ട് എന്ന് പറയുന്നത്. നൗ യു സി എ പെർഫോമ ഓഫ് എ ബ്രാഞ്ച് അക്കൗണ്ട് അണ്ടർ ഇൻവോയ്സ് പ്രൈസ് മെത്തേഡ്. ഇൻവോയ്സ് പ്രൈസ് മെത്തേഡിലുള്ള ഒരു പെർഫോമ ബ്രാഞ്ച് അക്കൗണ്ടാണ് നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ കാണുന്നത്. എന്താണ് ഈ കോസ്റ്റ് പ്രൈസിൻ്റെയും
ബ്രാഞ്ച് അക്കൗണ്ടും അതേപോലെ തന്നെ ഇൻവോയ്സ് പ്രൈസ് മെത്തേഡിലെ ബ്രാഞ്ച് അക്കൗണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ നോക്കിക്കൊള്ളാം. നിങ്ങൾ ഡെബിറ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഏകദേശം നമ്മുടെ ഇൻവോയ്സ് പ്രൈസ് കോസ്റ്റ് പ്രൈസിലുള്ള അതേ ഐറ്റംസ് തന്നെയാണ് ഡെബിറ്റ് സൈഡിലുള്ളത്. പക്ഷേ 1-2 ഐറ്റംസ് ഇതിൽ കൂടുതലുണ്ട്. ടു സ്റ്റോക്ക് റിസർവ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. ലോഡ് ഇൻ ക്ലോസിംഗ് സ്റ്റോക്ക്, ദെൻ ടു ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് ബ്രാക്കറ്റിൽ ലോഡ് ഇൻ റിട്ടേൺ ഫ്രം ബ്രാഞ്ച് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ക്രെഡിറ്റ് സൈഡിലേക്ക് വന്നാൽ ടു ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് റിട്ടേൺ ഉണ്ട് അറ്റ് ഇൻവോയ്സ് പ്രൈസിലുണ്ട്. അതേപോലെ തന്നെ സ്റ്റോക്ക് റിസർവ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട് ലോഡിംഗ് ഇൻ ഓപ്പണിംഗ് സ്റ്റോക്ക്. അതേപോലെ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് ലോഡിംഗ് ഇൻ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എന്നൊക്കെ പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ കുറച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ അഡ്ജസ്റ്റിംഗ് എൻട്രീസും കൂടി വരുന്നൊരു ബ്രാഞ്ച് അക്കൗണ്ട് ആയിരിക്കും നമ്മുടെ ഇൻവോയ്സ് പ്രൈസ് മെത്തേഡിലുള്ള ബ്രാഞ്ച് അക്കൗണ്ട് എന്ന് പറയുന്നത്. ദീസ് ആർ ദി ഇമ്പോർട്ടൻ്റ് അഡ്ജസ്റ്റിംഗ് എൻട്രീസ്. അപ്പം ഇന്ന് ഇത്ര മാത്രമേ ഉള്ളൂ. മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണുന്നത് വരെ സ്റ്റേ ഹോം, സ്റ്റേ സേഫ്. താങ്ക് യു.